ഉറക്ക സ്വലാത്ത് ചൊല്ലും അൽഹറുല്ലത്തമായ റസൂലുള്ളാഹി സ്വാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി ഷഫീഉൽ മുദ്നിബീൻ റസൂലുള്ളാഹി സാഹിബുൽ ബുർഹാനി റസൂലുള്ളാഹി മുഹദ്ദിദു ജിഹാദിൽ അദാലത്തി റസൂലുള്ളാഹി വഖാതം ഫസിർ റിസാലത്തി റസൂലുള്ളാഹി മർകസു ദായിറത്തിൽ ഫുതുവത്തി റസൂലുള്ളാഹി ബദ്റു സമാഇൻ നുബുവത്തി റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി റാഹത്തുൽ ആശിഖീൻ റസൂലുള്ളാഹി കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള സർവ്വ വിമോചന പോരാളികളുടെയും ആവേശമായ മുഹമ്മദ് മുസ്തഫ ആര് എതിർത്താലും ആര് വെറുത്താലും ആര് കാർട്ടൂൺ വരച്ചാലും ആര് ലേഖനങ്ങൾ എഴുതിയാലും ആര് സിനിമ സൃഷ്ടിച്ചാലും ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തില് രാജകുമാരനായി പ്രശോഭിക്കുന്ന ഈന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കോടാനുകോടി സൃഷ്ടികളുടെ മൊത്തം സൃഷ്ടിപ്പിന് കാരണക്കാരനായ അർശിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ കുർസിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ ലൗഹിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ കലമിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ എന്തെല്ലാം ഉണ്ടോ അതിന്റെ മൊത്തവും കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഈ നിമിഷം വരെ നമ്മളെ ഇന്ന് വന്നുപോയ സർവ്വ തെറ്റുകളും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ തെറ്റുകൾ മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരുടെ മക്കളുടെ മാതാപിതാക്കളുടെ കുടുംബാദികളുടെ നമ്മളിൽ നിന്ന് അതികഠിനമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ആശുപത്രികളിൽ കിടക്കുന്നവരുടെ ഇന്ന് ഈ വിനീതനായ ദാസൻ ഈ മണ്ണിൽ കാലുകുത്തിയതിനു ശേഷവും നിരവധി കഠിനമായ രോഗങ്ങൾ കൊണ്ട് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെല്ലാം നമ്മളിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, സഹായികളിൽ നിന്ന്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ നിന്ന് ആരെല്ലാം കഠിനമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ആരെല്ലാം ആശുപത്രികൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം ബ്രെയിൻ ട്യൂമർ പോലെ, ഹാർട്ട് അറ്റാക്ക് പോലെ, ലിവർ ക്യാൻസർ പോലെ, കിഡ്നി ഫെയിലിയർ ആകുന്നത് പോലെ, ബ്ലഡ് ക്യാൻസർ പോലെ കഠിനമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആര് നമ്മളിലുണ്ടോ, നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ, ആരാശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെ രോഗങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു വികാരമാകണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയാകണം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിരന്തരമായ ജീവിതത്തിന്റെ ശൈലിയാകണം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത്.